വയനാട്ടിലെ നടവയൽ പള്ളിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ വീടിനോട് അടുത്തുള്ള ഒരു പള്ളിയാണേ. അതുകൂടാതെ ഈ പള്ളിയായിട്ട് നമുക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഡിസംബർ 1-ാം തീയതിയാണേ. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നതെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഈ ചാനലിൽ പള്ളികളുടെ മാത്രമല്ല അമ്പലങ്ങളുടെ വീഡിയോയും ചെറുതായിട്ട് യാത്രകളുടെ വീഡിയോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചാനലാണേ. 2020 ഈ പള്ളി തീർത്ഥാടന പള്ളിയായിട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ടയിൽ നിന്ന് ഒരു KSRTC ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നടവയൽ തീർത്ഥാടന പള്ളി എന്ന് എഴുതി വെച്ചിട്ട് കാണാം. 7:30 രാത്രി 7:30 അത് കോഴിക്കോട് എത്തുക. പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 വഴികളുണ്ട് കേട്ടോ. ഇത് കാറുകളൊക്കെ വരുന്ന ഒരു വഴിയാണ്. ഞങ്ങളിവിടെ പോയ അന്ന് ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വഴി റോഡ് പണിയായിട്ട് അടച്ചതുകൂടി കൊണ്ട് വാഹനങ്ങളൊക്കെ ഇതിലെയാണ് വരുന്നത്. 2 വഴി കൂടിയും വാഹനങ്ങൾക്ക് വരാൻ പറ്റും കേട്ടോ. 2 വഴിയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇത് പുറകുവശമാണോ മുൻവശമാണോ എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ. ഈ വശത്തു കൂടി കയറുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ സെമിത്തേരിയാണ് കാണാൻ പറ്റുക. നല്ല സ്ഥലമുള്ളൊരു പള്ളിയാണേ. അപ്പോൾ എന്നിട്ടും ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് സെമിത്തേരി. കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം പള്ളിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതിലെയാണ് വാഹനങ്ങൾ തിരിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് മാറുക കേട്ടോ. അവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ മാതാവിൻ്റെ മുന്നിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കാനുള്ളൊരു സൗകര്യവും ഉണ്ട്. ഇത് റോഡിൽ നിന്നും കുറച്ച് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. ഒരു ഭാഗത്ത് സ്റ്റെപ്പുകളും മറ്റേ ഭാഗത്ത് റോഡ് തന്നെയുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് റോഡ് പണി നടക്കുകയാണെന്ന്. ഈ ഭാഗങ്ങളിലാണ് നമ്മളുടെ പള്ളീൻ്റെ പെരുന്നാളിൻ്റെ പ്രോഗ്രാമുകളൊക്കെ നടക്കുക കേട്ടോ. ഏറ്റവും വൃത്തിയായിട്ടാണ് പള്ളീൻ്റെ പരിസരങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. 4 ഭാഗങ്ങളും നമ്മൾക്ക് എൻട്രൻസ് പോലെ തോന്നുന്ന വിധത്തിലാണ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വേറൊരു സൈഡിൽ നിന്നുള്ള കാഴ്ചയാണേ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ പള്ളീൻ്റെ മെയിനായിട്ടുള്ള ഒരു എൻട്രൻസിൽ ഇതുപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലെ ബസ് പോകുന്ന വഴിയാണ് കേട്ടോ. സുൽത്താൻ ബത്തേരി പനമരം റൂട്ടാണ് ഇത്. ഇവിടെ തന്നെ മുകളിൽ തന്നെ ബസ്സൊക്കെ നിർത്തിത്തരും നമുക്ക്. ഇതാണ് ആ സൈഡിലെ മുൻവശം. നടവയൽ പള്ളീൻ്റെ വീഡിയോ ഡിസംബർ മാസത്തിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുത്തിട്ട് കുറേ മാസങ്ങളായി കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ മാസത്തിലാണ് ഇവിടുത്തെ പെരുന്നാൾ നടക്കുക. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എപ്പോഴും ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ നാട്ടിലുള്ള ആളുകളുടെ മുഴുവൻ ന്യൂ ഇയർ ആഘോഷങ്ങളും ഈ പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുക. ഞങ്ങളുടെ നാട്ടിൽ നടക്കാൻ കഴിയുന്ന ഏതൊരാളും ഈ പള്ളിയിലുണ്ടാവും ഡിസംബർ 31-ന്. പള്ളീൻ്റെ പരിപാടികൾ അതിന് മുന്നേ തുടങ്ങും. ലാസ്റ്റ് ദിവസമാണ് ഡിസംബർ 31-ന്. എനിക്ക് ഈ വർഷം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 31-ാം തീയതി ലാസ്റ്റ് ദിവസം എഴുന്നള്ളിപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശവിസ്മയം ഉണ്ടാവും കേട്ടോ. പടക്കമൊക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ്റെ കാലത്ത് മുതലേ ഇവിടുത്തെ വെടിക്കെട്ടൊക്കെ ഭയങ്കര പ്രധാനമാണ്. ആകാശവിസ്മയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സെമിത്തേരീൻ്റെ ഭാഗമില്ലേ, ആ ഭാഗത്ത് വെച്ചിട്ട് പടക്കം പൊട്ടിക്കും. അതൊക്കെ ഭയങ്കര ഒരു 15-20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പടക്കമായിരിക്കും കേട്ടോ. ഈ പ്രദേശം മുഴുവൻ അതിൻ്റെ ശബ്ദം കേൾക്കും. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ന്യൂ ഇയർ തുടങ്ങുക. പള്ളിക്ക് ചുറ്റും ഇതുപോലെ ഇങ്ങനെ ബൈബിളിലെ കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടേ. പള്ളി തീർത്ഥാടന പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ
എല്ലാ ദിവസവും ഞായറാഴ്ച ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഇവിടെ കഞ്ഞി കൊടുക്കും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്നവർക്കൊക്കെ. നടവയൽ പള്ളി കൂടാതെ ഇവിടെ പള്ളിക്കുന്ന് ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട്. അതും ഭയങ്കര ഫേമസ് ആണ്. അതും ഇതുപോലെ തീർത്ഥാടന പള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ സാധ്യതയുണ്ട്. വയനാട്ടിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി ഉള്ളത് എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ ഇട്ടില്ലേ, അത് ഞാനാണ് കേട്ടോ. അതിന് കുറേ എനിക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ യൂട്യൂബ് കാലത്തിലെ തുടക്കത്തിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റാട്ടോ, ഏഷ്യയിലെ 2ാമത്തെ വലിയ പള്ളിയോ അങ്ങനെ എന്തോ ആണത്. 31-ന് കഴിയുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ വർഷത്തെ പള്ളിപ്പെരുന്നാൾ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളിക്കുന്ന് പള്ളി. ഇതിൻ്റെ വീഡിയോയും ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഒരുപോലെ പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് പള്ളീൻ്റെ വീഡിയോ മാത്രമല്ല, അമ്പലങ്ങളിൽ പോയതും കുറച്ച് സ്ഥലങ്ങളിൽ പോയതിൻ്റെ വീഡിയോ ഒക്കെ ഈ ചാനലിൽ ഉണ്ടാവുകയെ.